ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു 6 months ബാക്ക്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും പോലെ തന്നെ ഓവർ ട്രേഡിങ്ങും ഒരു ദിവസം തന്നെ 10-50 ട്രേഡിന് മേലേക്ക് എടുത്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മെൻറ്റർഷിപ്പിന് കയറുന്ന കൊള്ളാമെന്ന് തോന്നി മെൻറ്റർഷിപ്പിൽ ജോയിൻ ചെയ്തു. ലൈവ് ക്ലാസ് ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പറ്റിയിട്ടില്ല, കാരണം ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് എഞ്ചിനീയറായിട്ട്. അപ്പോൾ റെക്കോർഡിംഗ് സെഷൻ കേട്ടാണ് പഠിച്ചത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് മാസം ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കി. അപ്പോഴും ഓവർ ട്രേഡിങ് തന്നെയായിരുന്നു. ഓവർ ട്രേഡിങ്, ഗ്രീഡിയും റിവെഞ്ച് ട്രേഡും ഒക്കെ ആയിരുന്നു. സ്ട്രാറ്റജി വെച്ച് തന്നെയാണ് മൂവ് ചെയ്തത്. എന്നാലും ഓവർ ട്രേഡ്, ഈ പറഞ്ഞ പോലെ ഓവർ ട്രേഡിങ് ഗ്രീഡിയും തന്നെയായിരുന്നു. അവസാനം എക്കെയുടെ ഒരു വീഡിയോയിൽ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഇപ്പോൾ കുറേ പൈസ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കാതെ ഒരു ഇത് നമ്മുടെ ലൈഫിൽ മറ്റൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടാൽ മതി എന്നൊരു പറയുന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ട ശേഷം ആ തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. അത് ഭയങ്കര ചേഞ്ചിങ് ആയിരുന്നു. അതിൽ പിന്നെ 2 ട്രേഡ്, മാക്സിമം 4 ട്രേഡ് അത്രയ്ക്ക് പോയിട്ടുള്ളൂ. എസ്എൽ അടിച്ച് സ്റ്റോപ്പിങ് ചെയ്യും. പിന്നെ അത് ഇമോഷൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. 2 മാസമായിട്ട് ഞാൻ എമൗണ്ട് കൂട്ടി നല്ല പ്രോഫിറ്റ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ മന്ത് ഒക്ടോബർ മന്ത് ഞാൻ എൻ്റെ സാലറി തൊട്ടിട്ടില്ല, സാലറി ടച്ച് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞാൻ ഈ ട്രേഡ് ചെയ്ത പ്രോഫിറ്റ് വെച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതിലിപ്പം ഫാമിലിയിൽ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് നടത്താൻ പറ്റി. താങ്ക് യു ഒക്കെ. പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട് ട്രേഡ് ചെയ്തൊന്ന് പ്രോഫിറ്റ് ആണെങ്കിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം, അത് വേണം, അങ്ങനെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ 2 വർഷം നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാനും ഓവർ ട്രേഡിലേക്ക് ഗ്രീഡി ആവാതിരുന്നാൽ സൈക്കോളജി നമ്മളത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ കൺട്രോളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. ഈ സ്ട്രാറ്റജി ഭയങ്കര സിമ്പിളുമാണ്, മനസ്സിലാക്കാനും ഭയങ്കര എളുപ്പമാണ്. അതിന് കിട്ടുന്ന പ്രോഫിറ്റും ഭയങ്കര വലുതാണ്. അപ്പോൾ നമ്മൾ ഇമോഷൻ കൺട്രോൾ ചെയ്താൽ ഈ സ്ട്രാറ്റജി വെച്ചിട്ട് ഗെയിൻ ചെയ്ത് പോകാം. എപ്പോഴും പിയാനൽ എപ്പോഴും പച്ച കത്തിക്കാന്ന് മനസ്സിലായി. ഇപ്പോൾ 33 വയസ്സായി. ഞാനിപ്പോൾ ട്രേഡിങ് തുടങ്ങാൻ ലേറ്റായി എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇതായിരുന്നു റൈറ്റ് ടൈം. കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്ര നല്ലൊരു മെൻറ്റർഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രോഫിറ്റ് ആകാൻ പറ്റുക എന്ന് പറയുന്നതും ചെറിയ കാര്യമല്ല. അത് കാരണം ലേറ്റ് ആയിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ അത് കിട്ടി. ഈ എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് ദാസാന്ന് പറയുന്ന പോലെ.